ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി അച്ചാറിൻ്റെ ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. അതുപോലെ തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നല്ലോ. ഞാൻ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട്, പ്രാവ് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ ഇതിലൊന്നാണ്ട് കൂട്ടിയതാട്ടോ. നല്ലൊരു ഇണക്കുള്ളൊരു പ്രാവ്. ഇതുവരെ പോയിട്ടില്ല, ആരും ഇതുവരെ വന്നിട്ടുമില്ല. ഇത് ഇങ്ങനെ കൂട്ടം തെറ്റി വന്നതാവാം. കാക്ക കുത്തിയപ്പോഴേ പിടിച്ച് വെച്ചതാ. അങ്ങനെ ഞാൻ അച്ചാറുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഒരു ചട്ടി കടുപ്പത്ത് വെച്ച് കത്തിച്ച് നല്ല ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നല്ല ചൂടാവട്ടെ. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്ത കയ്പ്പന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന്മ ഉള്ളത് കൊണ്ട് പൊട്ടിച്ചെടുത്തതായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ നന്നായി കഴുകിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കയ്പ്പൊക്കെ അച്ചാറിട്ടാൽ. അങ്ങനെ ചട്ടിയൊക്കെ ചൂടായപ്പോൾ തന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും അതുപോലെ പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കടുകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ കടുകൊക്കെ ഇട്ട് കൊടുത്ത് പൊട്ടി വരട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ അതാ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. കുറച്ച് അളവേ ഉള്ളൂ. ഒരു 4 ചെറിയ കയ്പ്പായിരുന്നു കേട്ടോ, കയ്പ്പൊക്കെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ എൻ്റെ പച്ചമണം മാറി വരട്ടെ കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കയ്പ്പ് മുറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. കയ്പ്പ് അതിലേക്ക് ഇടുന്നിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഇളക്കി വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കുന്ന നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഇതിനൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. കടയിൽ നിന്ന് കൊണ്ടുവരുന്ന മാതിരിയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതിങ്ങനെ കുറച്ച് ഇളക്കിയിട്ട് വാട്ടിയെടുക്കട്ടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. കുറച്ചിട്ട് അപ്പോൾ ആവിയിൽ അതൊന്നും വാടി വരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒന്ന് നന്നായി വാടി വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അച്ചാർ പൊടി നിർബന്ധമില്ല അച്ചാർ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണ്. ഉലുവയും കടുകൊന്നും പൊടിച്ചിടുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ വറുത്ത് പൊടിച്ചിട്ടാണ് ഉണ്ടാറ്. ഇത് ആദ്യം തന്നെ നേരത്തെ പൊട്ടിച്ചെടുത്തതാണല്ലോ. അങ്ങനെ ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഇങ്ങനെ നമ്മൾ ആദ്യം ഇത് ആവിയിൽ ഒന്ന് ഒന്ന് വാടാൻ വേണ്ടി ആവിയിൽ വേവിക്കുന്നതിന് പകരം ഇപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം പൊടികളുടെ മണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇട്ടാൽ കുറച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഇതാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി വേണം. കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം കുറച്ച് സാധനമുള്ളൂ. അപ്പോൾ പിന്നെ ചില പുളി നല്ല പുളിയാണ്. നമ്മളൊരളവ് പറഞ്ഞാലും പുളി ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ല. ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഉപ്പും പുളിയൊക്കെ. അപ്പോൾ ചില പുളിക്കും നല്ല പുളി ഉണ്ടാവും. അപ്പോൾ ഇത്ര ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ എന്ന് പറഞ്ഞാലും ചിലവരെ പുളി ശരിയാവില്ല. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടെ. അങ്ങനെ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2 പ്രാവശ്യമായിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി വേണമെങ്കിൽ ഇതൊന്ന് പുളിവെള്ളം ഒന്ന് പിന്നെ തിളച്ച് വരട്ടെ. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കട്ടെ. ഞാൻ മൂടി വെക്കാൻ നിന്നിട്ടില്ല, ഒന്ന് വാടി വന്നതല്ലേ. അപ്പോൾ മൂടി വെക്കാതെ തന്നെയാണ് തിളപ്പിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ പ്രധാനമായുള്ള സാധനമാണ് ഉപ്പ്. അതിട്ടിട്ടില്ല, അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത്. അപ്പോൾ പിന്നെ പുളിയൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തത് കേട്ടോ. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം അങ്ങനെ
ഇതാ ഇതാട്ടാ ഇതിലേക്ക് ഞാൻ ഒരു 10 കാന്താരി ഒന്ന് ചതച്ച് വെച്ചിരുന്നിട്ട് അത് ഇട്ടെടുത്ത്. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പുളി കുറവാണെങ്കിൽ അപ്പോൾ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നിർബന്ധമില്ല, പുളി നമുക്ക് ആദ്യം തന്നെ അധികം ഒഴിച്ചിട്ട് പുളി കൂട്ടണ്ട, കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് എന്നിട്ടൊന്ന് തിളച്ചതിന് ശേഷം ആട്ടാ ചെയ്തത്. എന്നിട്ട് ഒന്നിട്ട് ചൂടായതിന് ശേഷം ഇറക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടാ. ഒരു 3 ടേബിൾ സ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ എന്നിട്ട് കട്ടിയാവും ചെയ്തിരുന്നു കേട്ടോ. മൂടി വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ചെയ്യും. ഇപ്പോൾ നല്ല കട്ടി ഉണ്ടല്ലോ, ഞാൻ തണുത്ത ഒന്നും കൂടി കട്ടി പോകും. അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞത് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ അച്ചാറൊക്കെ തട്ടാ ഇനി ഒന്നും കൂടി തണുത്ത അതിനേക്കാളും കട്ടിയാവും കേട്ടോ. അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ കാന്താരിൻ്റെ അതും കയ്പങ്ങൻ്റെ ടേസ്റ്റൊക്കെ കൂടി നല്ലൊരു അടിപൊളി അച്ചാറാണ് കേട്ടോ. എന്താ പിന്നെ കാന്താരിയുടെ ഒന്നുകൂടി ചൂടായ അതിനൊക്കെ മണം ഒന്ന് പിടിക്കാണ്ട്, അല്ലാതെ തിളച്ച് വരണമെന്നില്ല. അങ്ങനെ ഇപ്പോൾ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയപ്പോൾ ചോറ് തിന്നണം. ഇപ്പോൾ ചോറൊക്കെ എടുത്ത് ഇപ്പോൾ ചേന കുമ്പളം കറി കേട്ടോ. കുറച്ച് കറി ചേന കുമ്പളം തേങ്ങ അരച്ച് വെച്ച് കറി കുറച്ച് കറി വെച്ചിട്ടുള്ളൂ കേട്ടോ. അതന്നെ ബാക്കിയാവും. പിന്നെ അത് നമ്മളെ ബീൻസ് ഉപ്പേരി കേട്ടോ. അത് ലാസ്റ്റ് നല്ല കാന്താരിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ വെന്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. പിന്നെ ചിക്കനാണ് കേട്ടോ. ഇതും കുറച്ചൊക്കെ ഒരു വ്യത്യാസത്തിൽ ഉണ്ടാക്കി തന്നെയാണ്. നമ്മൾ എന്നുണ്ടാക്കുന്ന പോലെ തന്നെ എന്നും കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. ആദ്യം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയില്ലേ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഉപ്പും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഒരു സവാളയും 2 തക്കാളിയൊക്കെ ഇട്ട് ആദ്യം വേവിച്ചെടുത്തിട്ട് പിന്നെ ഇത് ഒരു പാനിലേക്ക് വേറൊരു പാനിലേക്ക് കുക്കറിലിട്ട് ആദ്യം വേവിച്ചെടുക്കുക കേട്ടോ. ലഗോൺ ചിക്കനാണ്. എന്നിട്ട് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് പിന്നെ ലാസ്റ്റ് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും 2-3 അല്ലി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് വലിയ ജീരകം കൂടി ലാസ്റ്റിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതാണ് കേട്ടോ. വറ്റൽമുളകും ഒക്കെ കൂടി ആദ്യം മുളക് പൊടി ഇട്ടിട്ടില്ല, കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതാ നമ്മൾ ചോറ് തട്ടാ ചിക്കനും ബീൻസ് ഉപ്പേരിയും